വിക്ടോറിയ മെമ്മോറിയൽ നിർമ്മിച്ചത് ഏത് സർക്കാരാണ്? ബ്രിട്ടീഷ് സർക്കാർ. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം കൊൽക്കത്തയിൽ നിർമ്മിച്ച ഒരു വലിയ മാർബിൾ സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ 1906-നും 1921-നും ഇടയിലാണ് ഇത് പണികഴിപ്പിച്ചത്. ഇന്തോ സാർസനിക് ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. തില്ലൈ നടരാജ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിദംബരം, തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചിദംബരത്ത് സ്ഥിതി ചെയ്യുന്ന തില്ലൈ നടരാജ ക്ഷേത്രം ശിവഭഗവാൻ നടരാജരൂപത്തിൽ കുടികൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്. ഇത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. പുരാതന കാലം മുതൽക്കേ ഈ ക്ഷേത്രം തമിഴ് സംസ്കാരത്തിലും മതത്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഹംപിയിലെ സ്മാരകങ്ങളുടെ കൂട്ടം നിർമ്മിച്ചത് ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യം. കർണാടകയിലെ ഹംപിയിലുള്ള സ്മാരകങ്ങളുടെ കൂട്ടം വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയുടെ ശേഷിപ്പുകളാണ്. 14-നും 16-നും നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ച ഈ സ്മാരകങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയുടെയും കലാപരമായ മികവിന്റെയും ഉദാഹരണമാണിത്. ലോട്ടസ് ടെമ്പിൾ രൂപകൽപ്പന ചെയ്തത് ആര്? ഫരീബോർസ് സാഹബ. ഡൽഹിയിലെ പ്രശസ്തമായ ലോട്ടസ് ടെമ്പിൾ കാനഡക്കാരനായ ഇറാനിയൻ വാസ്തുശില്പി ഫരീബോർസ് സാഹബയാണ് രൂപകൽപ്പന ചെയ്തത്. താമരപ്പൂവിന്റെ രൂപത്തിലുള്ള ഈ ആരാധനാലയം ബഹായി മതവിശ്വാസികളുടെ ഒരു ആരാധനാലയമാണ്. 1986-ൽ പൂർത്തിയാക്കിയ ഇത് അതിന്റെ തനതായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. ജാർഖണ്ഡിലെ ജരിയ ഏത് പ്രകൃതി വിഭവത്തിന്റെ ഖനനത്തിനുള്ള പ്രധാന കേന്ദ്രമാണ്? കൽക്കരി ഖനനം. ജാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജരിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനന പ്രദേശങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകളിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഇവിടെ ഉയർന്ന നിലവാരമുള്ള കോക്കിംഗ് കൽക്കരിയുടെ ഉത്പാദനം നടക്കുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂർ പ്രധാനമായും ഏതു വ്യവസായത്തിനാണ് അറിയപ്പെടുന്നത്? തുകൽ വ്യവസായം. ഉത്തർപ്രദേശിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമായ കാൺപൂർ അതിന്റെ തുകൽ വ്യവസായത്തിന് പേരുകേട്ടതാണ്. ലോകത്തിന്റെ ലെതർ സിറ്റി എന്നും വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും ഈ നഗരം അറിയപ്പെടുന്നു. തുകൽ ഉത്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാൽ, ഹരിയാന. ഇന്ത്യയിലെ ക്ഷീര ഗവേഷണ മേഖലയിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI. ഹരിയാനയിലെ കർണാലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ക്ഷീരമേഖലയിലെ പഠനം, ഗവേഷണം, വികസനം എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നു. മധ്യപ്രദേശിലെ കഡ്നി ഏതൊക്കെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്കും പ്രകൃതിദത്ത സത്ത് ഉത്പാദനത്തിനും പേരുകേട്ടതാണ്? കളിമൺ പാത്രങ്ങൾ, കൈത്തറി, കട, കാരച്ചു. മധ്യപ്രദേശിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ് കഡ്നി. ഇവിടുത്തെ കളിമൺ പാത്രങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടാതെ പാക്കിൽ ചേർക്കുന്ന കട, കാരച്ചു എന്ന പ്രകൃതിദത്ത സത്ത് എന്നിവയ്ക്ക് ഈ പ്രദേശം പ്രശസ്തമാണ്. കേത്രി ചെമ്പ് ഖനികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെമ്പ് ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് രാജസ്ഥാനിലെ കേത്രി. രാജസ്ഥാൻ ഒരു പ്രധാന ധാതു സമ്പന്നമായ സംസ്ഥാനമാണ്. കൂടാതെ ചെമ്പ്, സിങ്ക്, ലെഡ് തുടങ്ങിയ ധാതുക്കളുടെ ഉത്പാദനത്തിൽ ഇത് മുൻപന്തിയിലാണ്. പശ്ചിമബംഗാളിലെ കൊൽക്കത്ത അതിന്റെ ഗംഭീരമായ കൊളോണിയൽ വാസ്തുവിദ്യയ്ക്കും ആർട്ട് ഗാലറികൾക്കും പുറമെ ഏതുതരം പരിപാടികൾക്കാണ് പ്രശസ്തം? സാംസ്കാരിക മേളകൾ. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന കൊൽക്കത്ത ദുർഗാപൂജ പോലുള്ള വലിയ സാംസ്കാരിക മേളകൾക്കും ആഘോഷങ്ങൾക്കും പേരുകേട്ടതാണ്. നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രവും കലാപരമായ പാരമ്പര്യവും ഇതിന് ശക്തി പകരുന്നു. കോളാർ സ്വർണ്ണഖനികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളിൽ ഒന്നായിരുന്നു കോളാർ ഗോൾഡ് ഫീൽഡ്സ് KGF. കർണാടകയിലെ കോളാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനികൾ രാജ്യത്തിന്റെ സ്വർണ്ണ ഉത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ ഖനനം നിർത്തിവച്ചിരിക്കുകയാണ്. പഞ്ചാബിലെ ലുധിയാന ഏതൊക്കെ വ്യവസായങ്ങളുടെ പ്രധാന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്? ഹോസിയറി, സൈക്കിൾ നിർമ്മാണം. പഞ്ചാബിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ് ലുധിയാന.
ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും ഇത് അറിയപ്പെടുന്നു. ഹോസിയറി ഉൽപ്പന്നങ്ങൾക്കും സൈക്കിൾ നിർമ്മാണത്തിനും ലുധിയാന പ്രശസ്തമാണ്. രാജ്യത്തെ സൈക്കിൾ വ്യവസായത്തിന്റെ ഒരു വലിയ ഭാഗം ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ മധുര ഏത് പ്രശസ്തമായ ക്ഷേത്രത്തിനും പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നത്തിനും പേരുകേട്ടതാണ്? മീനാക്ഷി ക്ഷേത്രം, കൈത്തറി പട്ടുസാരികൾ. തമിഴ്നാട്ടിലെ ഒരു പുരാതന നഗരമാണ് മധുര. ഇവിടുത്തെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവും ദ്രാവിഡ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണവുമാണ്. മധുരയിലെ കൈത്തറി പട്ടുസാരികൾക്കും ഈ നഗരം പ്രശസ്തമാണ്. ഉത്തർപ്രദേശിലെ മീററ്റ് ഏതൊക്കെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള പ്രധാന കേന്ദ്രമാണ്? കായിക സാധനങ്ങൾ, കത്രികകൾ. ഉത്തർപ്രദേശിലെ മീററ്റ് കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ രാജ്യത്ത് ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. കൂടാതെ ഗുണമേന്മയുള്ള കത്രികകളുടെ നിർമ്മാണത്തിനും ഈ നഗരം പേരുകേട്ടതാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ഏത് പ്രത്യേക കരകൗശലത്തിനും വ്യവസായത്തിനും പ്രശസ്തമാണ്? പിച്ചളപ്പാത്രങ്ങൾ, ബ്രാസ്വെയർ. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് പിച്ചള നഗരം, ബ്രാസ് സിറ്റി എന്നറിയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള പിച്ചള കരകൗശല വസ്തുക്കളുടെയും പാത്രങ്ങളുടെയും നിർമ്മാണത്തിനും കയറ്റുമതിക്കും ഈ നഗരം പ്രശസ്തമാണ്. മുംബൈ ഫിലിം സിറ്റി എന്നറിയപ്പെടുന്നു. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നുമാണ് മുംബൈ. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന്റെ ബോളിവുഡ് കേന്ദ്രമായതുകൊണ്ട് ഇതിനെ ഫിലിം സിറ്റി എന്നും വിളിക്കുന്നു. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം കൂടിയാണ് മുംബൈ. കർണാടകയിലെ മൈസൂർ ഏത് സുഗന്ധമുള്ള മരം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ടതാണ്? ചന്ദനം. മൈസൂർ ചന്ദനത്തിനും ചന്ദന ഉൽപ്പന്നങ്ങൾക്കും പ്രസിദ്ധമാണ്. കർണാടക സംസ്ഥാനത്തിന്റെ സാൻഡൽവുഡ് സിറ്റി എന്നും മൈസൂർ അറിയപ്പെടുന്നു. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഏത് പ്രമുഖ ഗവേഷണ സ്ഥാപനത്തിനും ഫലവർഗ ഉൽപാദനത്തിനും പേരുകേട്ടതാണ്? നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നീറി, ഓറഞ്ച്. നാഗ്പൂർ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നു. കൂടാതെ ഇന്ത്യയിലെ പ്രമുഖ പാരിസ്ഥിതിക ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ നീറി അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മഹാരാഷ്ട്രയിലെ നാസിക് ഏത് പ്രധാന മതപരമായ ഉത്സവം ആതിഥേയത്വം വഹിക്കുന്നതിന് പേരുകേട്ട ഒരു പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്? കുംഭമേള. നാസിക് ഇന്ത്യയിലെ 4 കുംഭമേള സ്ഥലങ്ങളിൽ ഒന്നാണ്. മറ്റുള്ളവ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ വിശുദ്ധമേളയിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. നേപ്പ നഗറിലെ പ്രധാന ന്യൂസ്പ്രിന്റ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ നേപ്പ നഗർ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ്പ്രിന്റ് ഫാക്ടറിയായ നേപ്പ മിൽസിന് പേരുകേട്ടതാണ്. ഇന്ത്യയിലെ പത്രവ്യവസായത്തിന് ഇത് ഒരു പ്രധാന കേന്ദ്രമാണ്. തമിഴ്നാട്ടിലെ നെയ്വേലി ഏതുതരം കൽക്കരി ഖനനത്തിനുള്ള ഒരു പ്രധാന സ്ഥലമാണ്? ലിഗ്നൈറ്റ് ഖനനം. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിഗ്നൈറ്റ് ഖനനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും പ്രസിദ്ധമാണ്. ഇത് തമിഴ്നാടിന്റെ ഊർജ്ജ ആവശ്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പന്നായിൽ ഒരു പ്രധാന വജ്ര ഖനന പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ പന്ന ഇന്ത്യയിലെ ഏക സജീവ വജ്ര ഖനന പ്രദേശമാണ്. പന്ന ദേശീയോദ്യാനം വന്യജീവി സംരക്ഷണത്തിനും പേരെടുത്തതാണ്. പെരമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ICF എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള പെരമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ICF ഇന്ത്യൻ റെയിൽവേക്കുള്ള റെയിൽ കോച്ചുകൾ നിർമ്മിക്കുന്ന ഒരു പ്രമുഖ ഫാക്ടറിയാണ്. ഇത് ആധുനിക റെയിൽ കോച്ചുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പേരുകേട്ടതാണ്. പിംബ്രിയിൽ ഒരു പ്രമുഖ പെൻസിലിൻ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പിംബ്രി ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ലിമിറ്റഡ് ഹാൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പെൻസിലിൻ ഫാക്ടറിക്ക് പേരുകേട്ടതാണ്. ഇത് രാജ്യത്തെ ഔഷധ നിർമ്മാണ മേഖലയിൽ ഒരു നാഴികക്കല്ലായിരുന്നു. പിഞ്ചോറിൽ ഒരു HMT ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. ഹരിയാനയിലെ പിഞ്ചോർ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് HMT ഫാക്ടറിക്ക് പേരുകേട്ടതാണ്.
ട്രാക്ടറുകളും മറ്റ് യന്ത്രോപകരണങ്ങളും നിർമ്മിക്കുന്നതിൽ ഈ ഫാക്ടറിക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ FTII എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെ, മഹാരാഷ്ട്ര. പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന FTII ഇന്ത്യയിലെ ഒരു പ്രമുഖ ചലച്ചിത്ര ടെലിവിഷൻ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിരവധി പ്രഗത്ഭരായ കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഇത് ഇന്ത്യൻ സിനിമയ്ക്കും ടെലിവിഷനും സംഭാവന ചെയ്തിട്ടുണ്ട്. രേണുകൂട്ടിൽ ഒരു പ്രധാന അലുമിനിയം വ്യവസായം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. രേണുകൂട്ടിലെ പ്രധാന അലുമിനിയം വ്യവസായം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഒരു വലിയ അലുമിനിയം പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇത് ഇന്ത്യയിലെ പ്രധാന അലുമിനിയം ഉത്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഋഷികേശിൽ ഒരു പ്രധാന ആന്റിബയോട്ടിക് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഋഷികേശിലെ പ്രധാന ആന്റിബയോട്ടിക് പ്ലാന്റ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ IDPL ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇത് രാജ്യത്തെ പ്രധാന ഫാർമസ്യൂട്ടിക്കൽ ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നാണ്. റൂർക്കിയിൽ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. റൂർക്കിയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് സർവകലാശാല ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാങ്കേതിക സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT റൂർക്കി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. റൂർക്കേലയിൽ ഒരു പ്രധാന കേബിൾ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. റൂർക്കേലയിലെ പ്രധാന കേബിൾ ഫാക്ടറി ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യവസായ മേഖലയിൽ റൂർക്കേലയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ഭൂപടത്തിൽ ഈ നഗരത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേപ്പർ ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സഹരൻപൂർ, ഉത്തർപ്രദേശ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേപ്പർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സഹരൻപൂരിലാണ്. പേപ്പർ, പൾപ്പ് സാങ്കേതികവിദ്യകളിൽ പഠനവും ഗവേഷണവും നടത്തുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണിത്. രാജ്യത്തെ പേപ്പർ വ്യവസായത്തിന് ഇത് വലിയ സംഭാവന നൽകുന്നു. തമിഴ്നാട്ടിലെ സേലം ഏത് ധാതുവിന്റെ ഖനനത്തിനാണ് അറിയപ്പെടുന്നത്? ബോക്സൈറ്റ്. തമിഴ്നാട്ടിലെ സേലം പ്രധാനമായും ബോക്സൈറ്റ് ഖനനത്തിനാണ് അറിയപ്പെടുന്നത്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ പ്രധാന അയിരാണ്. ഈ മേഖലയുടെ വ്യാവസായിക പ്രാധാന്യം ഇത് വർദ്ധിപ്പിക്കുന്നു. ഒഡീഷയിലെ സംബൽപൂർ ഏത് ഖനന പ്രവർത്തനത്തിനാണ് ഒരു പ്രധാന പ്രദേശം? കൽക്കരി ഖനനം. ഒഡീഷയിലെ സംബൽപൂർ കൽക്കരി ഖനനത്തിന് ഒരു പ്രധാന മേഖലയാണ്. മഹാനദി കോൾഫീൽഡ്സ് ലിമിറ്റഡിന്റെ MCL പ്രവർത്തനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഈ പ്രദേശം കാര്യമായ സംഭാവന നൽകുന്നു. പ്രധാനപ്പെട്ട ബുദ്ധസ്തൂപമായ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. പ്രധാനപ്പെട്ട ബുദ്ധസ്തൂപമായ സാരാനാഥ് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധൻ തന്റെ ആദ്യ ധർമ്മോപദേശം നൽകിയ സ്ഥലമാണിത്. ഇത് ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മഹാരാഷ്ട്രയിലെ ഷോലാപൂർ ഏത് പരമ്പരാഗത വ്യവസായത്തിനാണ് പ്രശസ്തം? പരുത്തി തുണി വ്യവസായം. മഹാരാഷ്ട്രയിലെ ഷോലാപൂർ പരുത്തി തുണി വ്യവസായത്തിനാണ് പ്രശസ്തം. പരമ്പരാഗത കൈത്തറി ഉത്പന്നങ്ങൾക്കും ടെറി ടവലുകൾക്കും ഈ നഗരം പേരുകേട്ടതാണ്. ഇന്ത്യയിലെ തുണി വ്യവസായ ഭൂപടത്തിൽ ഇതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ SDSC ഷാർ ഇവിടെയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO മിക്ക വിക്ഷേപണങ്ങളും ഇവിടെ നിന്നാണ് നടത്തുന്നത്. വിക്രം സംവത് വിക്രം വർഷം ആരംഭിച്ചത് എന്ന്? BCE 57. വിക്രം സംവത് എന്നത് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു ഹിന്ദു കലണ്ടറാണ്. മാൾവയിലെ വിക്രമാദിത്യൻ ശകന്മാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായി BCE 57-ൽ ഇത് ആരംഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. നൽകിയിരിക്കുന്ന ടൈംലൈനിൽ ശകവർഷം ആരംഭിക്കുന്നത് എന്ന്? BCE 78. ശകവർഷം എന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു കാലഗണനാ രീതിയാണ്.
സാധാരണയായി കണക്കാക്കുന്നത് AD 78 കനിഷ്കൻ ആരംഭിച്ച ശകവർഷമാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. എന്നാൽ ചില ചരിത്രകാരന്മാർ BCE 78 ഒരു ശകവർഷമുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ബൃഹദ്രഥന്റെ വധത്തെ തുടർന്ന് മൗര്യസാമ്രാജ്യം തകർന്നത് എന്ന്. BCE 184. മൗര്യസാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ബൃഹദ്രഥനെ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന പുഷ്യമിത്ര ശുംഗൻ BCE 184 വധിച്ചു. ഇതോടെ മൗര്യസാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കുകയും ശുംഗരാജവംശം നിലവിൽ വരികയും ചെയ്തു. BCE 184 ശുംഗരാജവംശം സ്ഥാപിച്ചത് ആര്? പുഷ്യമിത്ര ശുംഗൻ. മൗര്യസാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായ ബൃഹദ്രഥനെ വധിച്ചാണ് പുഷ്യമിത്ര ശുംഗൻ BCE 184 ശുംഗരാജവംശം സ്ഥാപിച്ചത്. മഗധ ആസ്ഥാനമാക്കിയായിരുന്നു ഈ രാജവംശം ഭരണം നടത്തിയത്. ചക്രവർത്തി അശോകൻ മരിച്ചത് എന്ന്. BCE 232. ചക്രവർത്തി അശോകൻ മൗര്യസാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ധർമ്മം പ്രചരിപ്പിക്കുകയും കലിംഗയുദ്ധത്തിനുശേഷം സമാധാനപരമായ നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. BCE 232 അദ്ദേഹം അന്തരിച്ചു. CE 240 മഗധയിൽ ഗുപ്തസാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ശ്രീഗുപ്തൻ. പ്രാചീന ഇന്ത്യയിലെ സുവർണകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുപ്തസാമ്രാജ്യം CE 240 ശ്രീഗുപ്തനാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തെ തുടർന്ന് പുത്രൻ ഘടോൽകജനും പിന്നീട് പേരക്കുട്ടിയും പ്രധാനിയുമായ ചന്ദ്രഗുപ്തൻ ഒന്നാമനും ഭരണം ഏറ്റെടുത്തു. ഏകദേശമെന്ന് എവിടെയാണ് ലോമസ് ഋഷി പോലുള്ള ആദ്യകാല ബുദ്ധ ഗുഹാക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തത്? BCE 250 ലോമസ് ഋഷി. BCE 250 കൊത്തിയെടുത്ത ലോമസ് ഋഷി ഗുഹ ഇന്ത്യയിലെ ബീഹാറിലെ ബരാബർ ഗുഹകളുടെ ഭാഗമാണ്. ഈ ഗുഹകൾ അശോകന്റെ ഭരണകാലത്ത് ആജീവക വിഭാഗത്തിനായി നിർമ്മിച്ചവയാണ്. ഇത് ഇന്ത്യൻ ഗുഹാ വാസ്തുവിദ്യയുടെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ്. BCE 251 സിലോണിൽ ശ്രീലങ്ക ബുദ്ധമതം പ്രചരിപ്പിച്ചത് ആര്? മഹിന്ദ. അശോക ചക്രവർത്തിയുടെ പുത്രനായ മഹിന്ദ BCE 251 ബുദ്ധമതം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി. മഹിന്ദയുടെ നേതൃത്വത്തിലുള്ള ബുദ്ധ മിഷണറി സംഘം ശ്രീലങ്കയിൽ ബുദ്ധമതം സ്ഥാപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അശോകൻ പ്രധാനമായും ബ്രാഹ്മി ലിപിയിൽ അശോകന്റെ ശാസനങ്ങൾ കൊത്തിവെക്കാൻ തുടങ്ങിയത് ഏകദേശമെന്ന്. ഏകദേശം BCE 260. കലിംഗയുദ്ധത്തിനുശേഷം ബുദ്ധമതം സ്വീകരിച്ച അശോകൻ BCE 260 തന്റെ ധാർമ്മിക ഉപദേശങ്ങളും ഭരണപരമായ പ്രഖ്യാപനങ്ങളും ശിലാശാസനങ്ങളായി രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഈ ശാസനങ്ങൾ അശോകന്റെ ധമ്മ നയങ്ങളെയും ഭരണതത്വങ്ങളെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അശോകനും കലിംഗരാജ്യവും തമ്മിൽ നടന്ന കലിംഗയുദ്ധം നടന്നത് എന്ന്. BCE 265. BCE 265 നടന്ന കലിംഗയുദ്ധം അശോകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. യുദ്ധത്തിലെ അതിക്രമങ്ങൾ അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുകയും പിന്നീട് ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് സമാധാനത്തിന്റെയും അഹിംസയുടെയും മാർഗങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. BCE 268 മുതൽ 232 വരെ ഭരിച്ച അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന മൗര്യ ചക്രവർത്തി ആരായിരുന്നു? അശോകൻ. ബിന്ദുസാരന്റെ പുത്രനായ അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. കലിംഗയുദ്ധത്തിനുശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ധമ്മം പ്രചരിപ്പിക്കുകയും സാമ്രാജ്യം മുഴുവൻ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പല്ലവ രാജവംശം സ്ഥാപിക്കപ്പെട്ടത് ഏകദേശമെന്ന്. CE 275. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു പല്ലവർ. അവർ ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിൽ ഭരണം നടത്തി. CE 275 ഈ രാജവംശം സ്ഥാപിക്കപ്പെട്ടത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പിൻഗാമിയായി BCE 297 മുതൽ 273 വരെ ഭരിച്ചതാര്? ബിന്ദുസാരൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനായ ബിന്ദുസാരൻ മൗര്യ സാമ്രാജ്യത്തിന്റെ രണ്ടാം ചക്രവർത്തിയായിരുന്നു. ഇദ്ദേഹം പിതാവിന്റെ സാമ്രാജ്യം നിലനിർത്തുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. അശോകന്റെ ഭരണത്തിന് അടിത്തറ പാകി.
ദക്ഷിണേന്ത്യയിൽ ചോള രാജവംശം ഏകദേശം എന്നു മുതലാണ് ഉയർന്നുവരാൻ തുടങ്ങിയത്? ഏകദേശം BC 300. ചോള രാജവംശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും ദീർഘകാലം നിലനിന്നതുമായ രാജവംശങ്ങളിൽ ഒന്നാണ്. ഏകദേശം BC 300 ഓടെയാണ് ഇതിന്റെ ആദ്യകാല തെളിവുകൾ കണ്ടെത്തുന്നത്. പിന്നീട് ഇവർ ശക്തമായ ഒരു സമുദ്രശക്തിയായി മാറി. ചന്ദ്രഗുപ്ത മൗര്യൻ സെല്യൂക്കസ് നിക്കേറ്ററെ പരാജയപ്പെടുത്തിയത് എന്ന്? BC 305. സെല്യൂക്കസ് നിക്കേറ്ററെ BC 305-ൽ ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തി. ഈ യുദ്ധം മൗര്യ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തികൾ വികസിപ്പിക്കുകയും ഗ്രീക്ക് സാമ്രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്തസാമ്രാജ്യത്തിന്റെ രാജാവായത് എന്ന്? CE 320. ഗുപ്തസാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. CE 320-ൽ അദ്ദേഹം ഗുപ്തസാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ആരൂഢനായി. ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഗുപ്തയുഗം ഗുപ്ത ഇറ ആരംഭിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന്? BC 321. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യന്റെ സഹായത്തോടെ നന്ദ രാജവംശത്തെ പരാജയപ്പെടുത്തി BC 321-ൽ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പോറസിനും അലക്സാണ്ടറിനുമിടയിൽ ഹൈഡാസ്പസ് നദീതീരത്ത് യുദ്ധം നടന്നത് എന്ന്? BC 326. ഹൈഡാസ്പസ് യുദ്ധം BC 326-ൽ പോറസ് രാജാവും അലക്സാണ്ടർ ചക്രവർത്തിയും തമ്മിൽ ജലം നദിയുടെ തീരത്താണ് നടന്നത്. അലക്സാണ്ടറിന്റെ ഇന്ത്യൻ ആക്രമണത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ കിഴക്കോട്ടുള്ള മുന്നേറ്റത്തിന് വിരാമമിട്ടു. സമുദ്രഗുപ്തൻ ഗുപ്തസാമ്രാജ്യത്തിന്റെ രാജാവായത് എന്ന്? CE 335. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ പിൻഗാമിയായി CE 335-ൽ സമുദ്രഗുപ്തൻ ഗുപ്തസാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി. അദ്ദേഹം ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദിഗ്വിജയങ്ങൾ പ്രശസ്തമാണ്. ഏകദേശം BCE 350-ൽ അഷ്ടാധ്യായി എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? പാണിനി. BCE 350-ൽ പാണിനി രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ഇത് 8 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. സംസ്കൃത ഭാഷയുടെ ഘടനയെയും നിയമങ്ങളെയും കുറിച്ച് വളരെ വിശദമായ വിവരങ്ങൾ ഈ ഗ്രന്ഥം നൽകുന്നു. സമുദ്രഗുപ്തന്റെ മകനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഗുപ്ത ചക്രവർത്തിയായത് എന്ന്? 380 CE. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്നും അറിയപ്പെടുന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമ്രാജ്യം അതിന്റെ സുവർണ കാലഘട്ടത്തിലെത്തുകയും കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിൽ വലിയ പുരോഗതി നേടുകയും ചെയ്തു. ചൈനീസ് ബുദ്ധസന്യാസിയായ ഫാക്സിയാൻ ഇന്ത്യ സന്ദർശിച്ചത് എന്ന്? 405 CE. ഫാഹിയാൻ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്. ഏകദേശം 6 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ തങ്ങുകയും ബുദ്ധമത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഹൂണ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഏകദേശമെന്ന് ആരംഭിച്ചു? 450 CE. മധ്യേഷ്യയിൽ നിന്നുള്ള നാടോടി ഗോത്രവർഗക്കാരായ ഹൂണർ 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഗുപ്ത സാമ്രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഈ ആക്രമണങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി മാറി. ഗൗതമ ബുദ്ധൻ മഹാപരിനിർവാണം പ്രാപിച്ചത് എന്നാണ്? BCE 483. ബുദ്ധമത സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ BCE 483-ൽ ഉത്തർപ്രദേശിലെ കുശിനഗറിൽ വെച്ച് മഹാപരിനിർവാണം പ്രാപിച്ചു. ഇത് ബുദ്ധമത ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഈ സംഭവം ബുദ്ധന്റെ ഭൗതിക ജീവിതത്തിന്റെ അവസാനത്തെയും നിർവ്വാണം പ്രാപിച്ചതിനെയും സൂചിപ്പിക്കുന്നു. ബിംബിസാരന്റെ പിൻഗാമിയും BCE 492 മുതൽ 460 വരെ ഭരിക്കുകയും ചെയ്തത് ആരാണ്? അജാതശത്രു. ബിംബിസാരന്റെ പുത്രനും ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരിയുമായിരുന്നു അജാതശത്രു. അദ്ദേഹം BCE 492 മുതൽ 460 വരെ ഭരിച്ചു. പിതാവിനെ തടവിലാക്കിയാണ് അജാതശത്രു അധികാരം പിടിച്ചെടുത്തത്.
മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് എന്നാണ്? BCE 527. ജൈനമത സ്ഥാപകനായ മഹാവീരൻ BCE 527 ൽ ഇന്നത്തെ ബീഹാറിലെ പാവപുരിയിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു. ഇത് ജൈനമത ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം ജൈനമതക്കാർ ദീപാവലി ആഘോഷിക്കുന്നു. ഹര്യങ്ക രാജവംശം സ്ഥാപിക്കുകയും BCE 558 മുതൽ 491 വരെ ഭരിക്കുകയും ചെയ്ത ഭരണാധികാരി ആരാണ്? ബിംബിസാരൻ ശ്രേണികൻ. മഗധയിലെ ഹര്യങ്ക രാജവംശത്തിന്റെ സ്ഥാപകനാണ് ബിംബിസാരൻ. അദ്ദേഹം BCE 558 മുതൽ 491 വരെ ഭരിച്ചു. മഗധയുടെ വികാസത്തിലും ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായും ബിംബിസാരൻ പ്രാധാന്യമർഹിക്കുന്നു. ബുദ്ധനായ സിദ്ധാർത്ഥ ഗൗതമൻ എന്നാണ് ജനിച്ചത്? BCE 563. ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമൻ BCE 563 ൽ നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ജനനം ബുദ്ധമത ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ബോധോദയം നേടിയ ശേഷം അദ്ദേഹം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ എന്നാണ് ജനിച്ചത്? BCE 599. ജൈനമതത്തിലെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായ മഹാവീരൻ BCE 599 ൽ വൈശാലിയിലെ കുണ്ടഗ്രാമത്തിൽ ജനിച്ചു. വർദ്ധമാനൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ജൈനമതത്തിന്റെ തത്വങ്ങൾക്ക് അദ്ദേഹം പുതിയ വ്യാഖ്യാനം നൽകി. 16 മഹാജനപദങ്ങളുടെ കാലഘട്ടം ഏകദേശം എപ്പോഴാണ് ഉയർന്നുവന്നത്? BCE 600. 16 മഹാജനപദങ്ങൾ ഏകദേശം BCE 600 ലാണ് ഉയർന്നുവന്നത്. വടക്കേ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെയും വലിയതും ശക്തവുമായ 16 രാജ്യങ്ങളായിരുന്നു ഇവ. മഗധ, കോസലം, അവന്തി, വത്സ എന്നിവയായിരുന്നു ഇവയിൽ പ്രമുഖമായവ. ഉപനിഷത്ത് കാലഘട്ടം ഏകദേശം എപ്പോഴാണ് ആരംഭിച്ചത്? BCE 700. ഉപനിഷത്ത് കാലഘട്ടം ഏകദേശം BCE 700 ൽ ആരംഭിച്ചു. ഇവ വേദങ്ങളുടെ അവസാന ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആത്മാവ്, ബ്രഹ്മം, കർമ്മം, മോക്ഷം തുടങ്ങിയ ആഴത്തിലുള്ള തത്വചിന്താപരമായ ആശയങ്ങൾ ഇവ ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ തത്വചിന്തയുടെ വികാസത്തിൽ ഉപനിഷത്തുകൾക്ക് നിർണായക പങ്കുണ്ട്. 23ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥൻ എന്നാണ് ജനിച്ചത്? BCE 877. പാർശ്വനാഥൻ 23ാമത്തെ ജൈന തീർത്ഥങ്കരനാണ്. ഇദ്ദേഹം BCE 877 ൽ ജനിച്ചു എന്നാണ് വിശ്വാസം. അഹിംസ, സത്യസന്ധത, മോഷണം ഒഴിവാക്കൽ, സമ്പാദ്യം ഉപേക്ഷിക്കൽ എന്നിവയാണ് പാർശ്വനാഥൻ മുന്നോട്ടുവെച്ച 4 പ്രധാന തത്വങ്ങൾ. ഇന്ത്യയിലെ പിൽക്കാല വേദകാലഘട്ടത്തിന്റെ സമയപരിധി എന്തായിരുന്നു? 1000 മുതൽ 500 BCE വരെ. ഇന്ത്യയിലെ പിൽക്കാല വേദകാലഘട്ടം ഏകദേശം 1000 BCE മുതൽ 500 BCE വരെ നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിലാണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയും ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും രചിക്കപ്പെട്ടത്. ഇരുമ്പിന്റെ ഉപയോഗം, നഗരവൽക്കരണം, വർണ്ണവ്യവസ്ഥയുടെ രൂപീകരണം എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാന മാറ്റങ്ങളാണ്. ഏകദേശം എപ്പോഴാണ് ഇന്ത്യയിൽ ഇരുമ്പ് യുഗം ആരംഭിച്ചത്? 1000 BCE. ഇന്ത്യയിൽ ഇരുമ്പ് യുഗം ഏകദേശം 1000 BCEയോടെ ആരംഭിച്ചതായി കരുതപ്പെടുന്നു. കൃഷിയിലും ആയുധ നിർമ്മാണത്തിലും ഇരുമ്പിന്റെ ഉപയോഗം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഗംഗാ സമതലത്തിൽ നഗരവൽക്കരണത്തിന്റെ വളർച്ചയ്ക്ക് ഇത് ഒരു പ്രധാന കാരണമായി. ഋഗ്വേദം രചിക്കപ്പെട്ടത് ഏകദേശം എപ്പോഴാണ്? 1200 BCE. ഏറ്റവും പഴക്കമുള്ള വേദഗ്രന്ഥമായ ഋഗ്വേദം ഏകദേശം 1200 BCEയിൽ രചിക്കപ്പെട്ടതായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. 10 മണ്ഡലങ്ങളിലായി 1028 സൂക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആര്യന്മാരുടെ ആദ്യകാല സാമൂഹികവും മതപരവുമായ ജീവിതത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇത് നൽകുന്നു. ഏകദേശം എപ്പോഴാണ് സെമിത്തേരി സംസ്കാരം അവസാനിച്ചത്? 1300 BCE. സിന്ധുനദീതട സംസ്കാരത്തിന്റെ അവസാന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരമാണ് സെമിത്തേരി സംസ്കാരം. ഏകദേശം 1300 BCEയോടെയാണ് ഈ സംസ്കാരം അവസാനിച്ചത്. പാകിസ്ഥാനിലെ ഹാരപ്പയിൽ നിന്നാണ് ഈ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യകാല വേദകാലഘട്ടത്തിന്റെ സമയപരിധി എന്തായിരുന്നു?
1500 മുതൽ 1000 BCE വരെ. ഇന്ത്യയിലെ ആദ്യകാല വേദകാലഘട്ടം ഏകദേശം 1500 BCE മുതൽ 1000 BCE വരെ നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെട്ടത്. ആര്യന്മാരുടെ വരവും ഗ്രാമീണ ജീവിതരീതികളും ഈ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകളാണ്. US സ്വാതന്ത്ര്യപ്രഖ്യാപനം എപ്പോഴാണ് അംഗീകരിച്ചത്? 1776 ജൂലൈ 4. 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന US സ്വാതന്ത്ര്യപ്രഖ്യാപനം കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത്. തോമസ് ജെഫേഴ്സൺ മുഖ്യമായും എഴുതിയ ഈ രേഖ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. സ്പാനിഷ് കുടിയേറ്റക്കാർ ലോസ് ഏഞ്ചൽസ് നഗരം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1781 CE. 1781 സെപ്റ്റംബർ 4-നാണ് സ്പാനിഷ് കുടിയേറ്റക്കാർ എൽ പ്യൂബ്ലോ ഡി നുയസ്ത്ര സെനോറ ലാ റെയ്ന ഡി ലോസ് ഏഞ്ചൽസ് ഡി പോർസിയൻഗുല എന്ന പേരിൽ ലോസ് ഏഞ്ചൽസ് സ്ഥാപിച്ചത്. കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്പാനിഷ് വാസസ്ഥലമായി ഇത് വളർന്നു. 1780-ലെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ 1783-ൽ അടിമത്തം നിയമവിരുദ്ധമാക്കി ഭരണം നടത്തിയത് ഏത് US സംസ്ഥാനത്തെ സുപ്രീം ജുഡീഷ്യൽ കോടതിയാണ്? മസാച്യുസെറ്റ്സ്. 1783-ൽ ക്വാക്ക് വാക്കർ കേസ് മസാച്യുസെറ്റ്സ് സുപ്രീം ജുഡീഷ്യൽ കോടതി അടിമത്തം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു. എല്ലാ മനുഷ്യരും സ്വതന്ത്രരും തുല്യരുമായി ജനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച 1780-ലെ മസാച്യുസെറ്റ്സ് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചരിത്രപരമായ വിധി. ജോർജ് മൂന്നാമൻ രാജാവ് 13 അമേരിക്കൻ കോളനികളെ സ്വതന്ത്രവും പരമാധികാരവും ആയി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ്? 1783 CE. 1783-ലെ പാരീസ് ഉടമ്പടി പ്രകാരം ജോർജ് മൂന്നാമൻ രാജാവ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇത് അമേരിക്കൻ വിപ്ലവയുദ്ധം അവസാനിപ്പിക്കുകയും അമേരിക്കൻ ഐക്യനാടുകൾ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. നിലവിലെ സിയറ ലിയോണിൽ സ്ഥിതി ചെയ്യുന്ന ഏത് നഗരമാണ് 1787-ൽ ലണ്ടനിൽ നിന്നുള്ള സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾ സ്ഥാപിച്ചത്? ഫ്രീഡൌൺ. ലണ്ടനിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1787-ൽ ഫ്രീഡൌൺ സ്ഥാപിച്ചത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അടിമത വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ചിഹ്നമായി ഈ നഗരം മാറി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണഘടന ഫിലാഡൽഫിയയിൽ എഴുതുകയും അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തത് ഏതു വർഷമാണ്? 1787 CE. 1787-ൽ ഫിലാഡൽഫിയയിലെ ഭരണഘടനാ കൺവെൻഷനിൽ വെച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണഘടന തയ്യാറാക്കിയത്. ഈ രേഖ പിന്നീട് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണത്തിനുള്ള അടിസ്ഥാന നിയമമായി മാറുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1789 മുതൽ CE 1799 വരെ. 1789-ൽ ആരംഭിച്ച് 1799-ൽ അവസാനിച്ച ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെയും ലോകത്തിലെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്തി. ഈ വിപ്ലവം രാജവാഴ്ച അവസാനിപ്പിക്കുകയും റിപ്പബ്ലിക്കൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. നെപ്പോളിയന്റെ അധിനിവേശം വെനീസ് റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ചത് ഏതു വർഷമാണ്? 1797 CE. 1797-ൽ നെപ്പോളിയൻ വെനീസ് റിപ്പബ്ലിക്കിനെ കീഴടക്കി 1000-ലേറെ വർഷം നീണ്ട അതിന്റെ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു. കാംബോ ഫോർമിയോ ഉടമ്പടി പ്രകാരം വെനീസ് ഓസ്ട്രിയക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം എപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഇൻഡോ ആര്യൻ കുടിയേറ്റം നടന്നത്? 1800 BCE. ഇൻഡോ ആര്യൻ കുടിയേറ്റം ഏകദേശം 1800 BCE-യോടെ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടന്നുവെന്ന് കരുതപ്പെടുന്നു. ഈ കുടിയേറ്റം പ്രാചീന ഭാരതത്തിന്റെ ഭാഷാപരവും സാംസ്കാരികവുമായ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. വേദകാലഘട്ടത്തിന്റെ തുടക്കവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. 1804-ൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യത്തെ കറുത്തവർഗക്കാരുടെ റിപ്പബ്ലിക്കായി മാറിയ രാജ്യം ഏതാണ്? ഹെയ്തി. 1804-ൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഹെയ്തി അടിമകളുടെ വിജയകരമായ കലാപത്തിലൂടെ സ്ഥാപിതമായ ആദ്യത്തെ സ്വതന്ത്ര കറുത്തവർഗക്കാരുടെ റിപ്പബ്ലിക്കായി ചരിത്രത്തിൽ ഇടം നേടി. ഇത് കോളനിവൽക്കരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു.
1805-ൽ നെപ്പോളിയൻ ഓസ്ട്രിയൻ റഷ്യൻ സൈന്യത്തെ നിർണായകമായി തോൽപ്പിച്ച യുദ്ധം ഏതാണ്? ഓസ്റ്റർലിറ്റ്സ് യുദ്ധം. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം 3 ചക്രവർത്തിമാരുടെ യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഇത് 1805 ഡിസംബർ 2 നടന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഫ്രഞ്ച് സൈന്യം റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ ഒന്നാമന്റെയും ഓസ്ട്രിയൻ ചക്രവർത്തി ഫ്രാൻസിസ് രണ്ടാമന്റെയും സംയുക്ത സൈന്യത്തെ നിർണായകമായി തോൽപ്പിച്ചു. ഇത് നെപ്പോളിയന്റെ തന്ത്രപരമായ കഴിവുകളുടെ ഒരു മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. നെപ്പോളിയൻ ഇറ്റലിയുടെ രാജാവായി മിലാനിൽ കിരീടധാരണം നടത്തിയത് ഏതു വർഷമാണ്? 1805 CE. 1805 മെയ് 26 നെപ്പോളിയൻ ബോണപർട്ട് മിലാൻ കത്തീഡ്രലിൽ വെച്ച് ഇറ്റലിയുടെ രാജാവായി കിരീടധാരണം ചെയ്തു. ഈ സംഭവം യൂറോപ്പിൽ അദ്ദേഹത്തിന്റെ അധികാരം കൂടുതൽ ഉറപ്പിക്കുകയും ഇറ്റാലിയൻ ഉപദ്വീപിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. നെപ്പോളിയൻ സ്ഥാനമൊഴിയുകയും ആദ്യമായി എൽബയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത വർഷം ഏതാണ്? 1814 CE. ആറാം സഖ്യസേനയുടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് 1814-ൽ സ്ഥാനമൊഴിയുകയും ഇറ്റാലിയൻ തീരത്തിനടുത്തുള്ള എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. ഇത് ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ പതനത്തിലെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ അന്തിമമായി പരാജയപ്പെടുകയും സെന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത വർഷം ഏതാണ്? 1815 CE. 1815 ജൂൺ 18 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പ്രഷ്യൻ സഖ്യസേന നെപ്പോളിയനെ തോൽപ്പിച്ചു. ഈ പരാജയത്തിനുശേഷം നെപ്പോളിയനെ തെക്കൻ അറ്റ്ലാന്റിക്കിലെ വിദൂരദ്വീപായ സെന്റ് ഹെലീനയിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം 1821-ൽ മരിച്ചു. അന്റാർട്ടിക്ക കണ്ടെത്തിയ വർഷം ഏതാണ്? 1820 CE. 1820-ൽ റഷ്യൻ പര്യവേക്ഷകരായ ഫാബിയൻ ഗോട്ട്ലീബ് വോൺ ബെല്ലിംഗ്ഷൗസൻ, മിഖായേൽ ലാസറേവ് എന്നിവരാണ് ഔദ്യോഗികമായി അന്റാർട്ടിക്ക ഭൂഖണ്ഡം കണ്ടെത്തിയത്. പല രാജ്യങ്ങളും ഈ കണ്ടെത്തലിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ബെല്ലിംഗ്ഷൗസന്റെ സംഘമാണ് ഭൂഖണ്ഡത്തിന്റെ കരഭാഗം ആദ്യമായി കണ്ടതായി രേഖപ്പെടുത്തിയത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് സെന്റ് ഹെലീന ദ്വീപിൽ നാടുകടത്തപ്പെട്ട് മരിച്ച വർഷം ഏതാണ്? 1821 CE. നെപ്പോളിയൻ ബോണപ്പാർട്ട് 1821 മെയ് 5 സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് അന്തരിച്ചു. വാട്ടർലൂ യുദ്ധത്തിലെ പരാജയത്തിനുശേഷം അദ്ദേഹത്തെ ഈ ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം ഇപ്പോഴും ഒരു ചർച്ചാവിഷയമാണ്, എന്നാൽ വയറ്റിലെ അർബുദമോ ആഴ്സനിക് വിഷബാധയോ ആകാം എന്ന് കരുതപ്പെടുന്നു. 1823-ൽ മൺറോ സിദ്ധാന്തം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ആരായിരുന്നു? ജെയിംസ് മൺറോ. US പ്രസിഡന്റ് ജെയിംസ് മൺറോ 1823-ൽ പ്രഖ്യാപിച്ച മൺറോ സിദ്ധാന്തം യൂറോപ്യൻ ശക്തികൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കൂടുതൽ കോളനികൾ സ്ഥാപിക്കുന്നതിനെയോ അല്ലെങ്കിൽ നിലവിലുള്ള രാജ്യങ്ങളിൽ ഇടപെടുന്നതിനെയോ എതിർക്കുന്നു എന്ന് പ്രസ്താവിച്ചു. പാശ്ചാത്യ അർദ്ധഗോളത്തിൽ യൂറോപ്യൻ ശക്തികളുടെ ഇടപെടലുകൾ തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. സ്റ്റോക്ടണും ഡാർലിംഗണും തമ്മിൽ ലോകത്തിലെ ആദ്യത്തെ പൊതു റെയിൽവേ തുറന്ന വർഷം ഏതാണ്? 1825 CE. ലോകത്തിലെ ആദ്യത്തെ പൊതു റെയിൽവേ 1825 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗൺ റെയിൽവേയിൽ ആരംഭിച്ചു. സ്റ്റീം ലോക്കോമോട്ടീവുകൾ ഉപയോഗിച്ച് കൽക്കരിയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നതിനുള്ള ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ഇത്. വ്യാവസായിക വിപ്ലവത്തിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുടനീളം അടിമത്തം നിരോധിച്ച അടിമത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1833 CE. 1833-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അടിമത നിരോധന നിയമം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ മിക്ക ഭാഗങ്ങളിലും അടിമത്തം നിയമവിരുദ്ധമാക്കി. ഇത് മാനുഷിക അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ചില പ്രദേശങ്ങൾ ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ബ്രിട്ടനിൽ വാക്സിനേഷൻ നിർബന്ധമാക്കിയത് ഏതു വർഷമാണ്? 1835 CE. ബ്രിട്ടനിൽ 1835-ൽ വാക്സിനേഷൻ നിയമപരമായി നിർബന്ധമാക്കി. വസൂരി പോലുള്ള മാരക രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള പൊതുജനാരോഗ്യ ഇടപെടലുകളിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇത് കണക്കാക്കപ്പെടുന്നു.
ചാൾസ് ഡാർവിൻ തന്റെ പരിണാമപരമായ തിരഞ്ഞെടുപ്പ് സിദ്ധാന്തവും സ്പെഷ്യലൈസേഷനും വികസിപ്പിച്ചെടുത്ത വർഷം ഏതാണ്? 1838 CE. ചാൾസ് ഡാർവിൻ തന്റെ പ്രകൃതിനിർധാരണത്തിലൂടെയുള്ള പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ 1838 രൂപപ്പെടുത്തി. ബീഗിൾ കപ്പലിലെ യാത്രയും ഗാലപ്പഗോസ് ദ്വീപുകളിലെ നിരീക്ഷണങ്ങളും ഈ സിദ്ധാന്തത്തിന് വലിയ പ്രചോദനം നൽകി. ഈ സിദ്ധാന്തം പിന്നീട് 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ പ്രസിദ്ധീകരിച്ചു. മാവോറികളും ബ്രിട്ടീഷുകാരും തമ്മിൽ വൈറ്റാങ്കി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിലൂടെ ന്യൂസിലൻഡ് സ്ഥാപിതമായത് ഏതു വർഷമാണ്? 1840 CE. വൈറ്റാങ്കി ഉടമ്പടി ട്രീറ്റി ഓഫ് വൈറ്റാങ്കി 1840 ഫെബ്രുവരി 6 മാവോറി തലവന്മാരും ബ്രിട്ടീഷ് കിരീടവും തമ്മിൽ ഒപ്പുവെച്ചത്. ഇത് ന്യൂസിലൻഡിന്റെ സ്ഥാപനത്തെയും ബ്രിട്ടീഷ് പരമാധികാരത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന ചരിത്രരേഖയാണ്. ഈ ഉടമ്പടി ന്യൂസിലൻഡിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. റിച്ചാർഡ് ഓവൻ ഡൈനോസർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏതു വർഷമാണ്? 1841 CE. ബ്രിട്ടീഷ് ശരീരശാസ്ത്രജ്ഞനും പാലിയന്റോളജിസ്റ്റുമായ റിച്ചാർഡ് ഓവൻ 1841 ഡൈനോസർ ഡൈനസോറിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ഭയങ്കരമായ പല്ലി എന്ന് അർത്ഥം വരുന്ന ഈ ഗ്രീക്ക് പദമാണ് അദ്ദേഹം വംശനാശം സംഭവിച്ച ഭീമാകാരൻ ഉരഗങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത്. ഇത് പാലിയന്റോളജി പഠനങ്ങളിൽ ഒരു നാഴികക്കല്ലായിരുന്നു. അനസ്തേഷ്യ ആദ്യമായി ഉപയോഗിച്ചത് ഏതു വർഷമാണ്? 1842 CE. 1842 അമേരിക്കൻ സർജൻ ക്രോഫോർഡ് ലോങ് സർജറിക്കായി ഈതർ ഉപയോഗിച്ച് അനസ്തേഷ്യ വിജയകരമായി പ്രയോഗിച്ചു. വേദനയില്ലാത്ത ശസ്ത്രക്രിയയ്ക്ക് ഇത് വഴിയൊരുക്കുകയും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് വില്യം മോർട്ടണും ജെഫേഴ്സൺ യൂണിവേഴ്സിറ്റിയിലെ ഹൊറേസ് വെൽസും ഈ രംഗത്ത് സുപ്രധാന സംഭാവനകൾ നൽകി. 1845 1849 ഇടയിൽ അയർലൻഡിൽ വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് കാരണമായ സംഭവം ഏതാണ്? ഐറിഷ് ഉരുളക്കിഴങ്ങ് ക്ഷാമം. 1845 മുതൽ 1849 വരെ അയർലൻഡിനെ ഗ്രസിച്ച ഐറിഷ് ഉരുളക്കിഴങ്ങ് ക്ഷാമം, ഗ്രേറ്റ് ഫാമൻ, പ്ലൈറ്റ്, ഫൈറ്റോഫ്തറ ഇൻഫെസ്റ്റാൻസ് എന്ന രോഗം ഉരുളക്കിഴങ്ങ് വിളകളെ നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായതാണ്. ഈ ക്ഷാമം ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും അയർലൻഡിൽ നിന്നുള്ള വൻതോതിലുള്ള കുടിയേറ്റത്തിനും ഐറിഷ് ഡയാസ്പറ വഴിവെച്ചു. കാലിഫോർണിയ ഗോൾഡ് റഷ് നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1848 മുതൽ CE 58 വരെ. 1848 കാലിഫോർണിയയിലെ സട്ടേൽസ് മില്ലിൽ സ്വർണം കണ്ടെത്തിയതിനെ തുടർന്നാണ് കാലിഫോർണിയ ഗോൾഡ് റഷ് ആരംഭിച്ചത്. 1848 മുതൽ 1858 വരെ നീണ്ടുനിന്ന ഈ കാലഘട്ടം ദശലക്ഷക്കണക്കിന് ആളുകളെ കാലിഫോർണിയയിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിലും സമ്പദ്വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ഏതു വർഷമാണ്? 1848 CE. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് 1848 രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ ഗ്രന്ഥങ്ങളിലൊന്നാണ്. മുതലാളിത്തത്തിന്റെ വിമർശനവും തൊഴിലാളിവർഗ വിപ്ലവത്തിനുള്ള ആഹ്വാനവും ഇതിൽ ഉൾക്കൊള്ളുന്നു. 1849 വധശിക്ഷ നിർത്തലാക്കിയ ആദ്യത്തെ ഭരണഘടനാ നിയമം ഏതാണ്? റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണഘടനാ നിയമം. 1849 റോമൻ റിപ്പബ്ലിക് അതിന്റെ ഭരണഘടനയിലൂടെ വധശിക്ഷ നിർത്തലാക്കിയത് ഒരു സുപ്രധാന നിയമപരമായ നാഴികക്കല്ലായിരുന്നു. ഇത് ആധുനിക നിയമവ്യവസ്ഥയിൽ വധശിക്ഷ നിർത്തലാക്കുന്നതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. റഷ്യയും തുർക്കിയും തമ്മിൽ നടന്ന ക്രിമിയൻ യുദ്ധം ആരംഭിച്ചത് ഏതു വർഷമാണ്? 1854 CE. 1853 ആരംഭിച്ച ക്രിമിയൻ യുദ്ധം പ്രധാനമായും 1854 മുതൽ 1856 വരെയാണ് നടന്നത്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും കിഴക്കൻ യൂറോപ്പിലെ റഷ്യൻ സ്വാധീനവും തടയുന്നതിനായി റഷ്യ ബ്രിട്ടൻ, ഫ്രാൻസ്, സാർഡിനിയ എന്നിവർക്കെതിരെ യുദ്ധം ചെയ്തു. ഇത് ആധുനിക യുദ്ധരീതികളുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല 1856 ഏത് രാജ്യത്താണ് സ്ഥാപിക്കപ്പെട്ടത്? റൊമാനിയ.
ലോകത്തിലെ ആദ്യത്തെ വ്യാവസായിക എണ്ണ ശുദ്ധീകരണശാല 1856-ൽ റൊമാനിയയിലെ പ്ലോയിസ്റ്റി നഗരത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് പെട്രോളിയം വ്യവസായത്തിന്റെ വളർച്ചയുടെയും ആധുനിക ഊർജ്ജ ഉൽപ്പാദനത്തിന്റെയും ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. സൂയസ് കനാൽ നിർമ്മിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 1859 മുതൽ CE 69 വരെ. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ 1859-നും 1869-നും ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ഫെർഡിനാൻഡ് ഡി ലെസെപ്സ് ആയിരുന്നു ഇതിന്റെ മുഖ്യ ശില്പി. ഈ കനാൽ ആഗോള വ്യാപാരത്തിലും കപ്പൽ ഗതാഗതത്തിലും ഒരു വിപ്ലവം സൃഷ്ടിച്ചു. അമേരിക്കയിലെ വടക്കൻ പെൻസിൽവാനിയയിൽ ആദ്യത്തെ വിജയകരമായ എണ്ണക്കിണർ കുഴിച്ചത് ഏതു വർഷമാണ്? 1859 CE. 1859-ൽ വടക്കൻ പെൻസിൽവാനിയയിലെ ടിറ്റസുവില്ലിൽ എഡ്വിൻ ഡ്രേക്ക് സ്ഥാപിച്ച എണ്ണക്കിണറാണ് അമേരിക്കയിലെ ആദ്യത്തെ വിജയകരമായ വാണിജ്യ എണ്ണക്കിണർ. ഇത് ലോകമെമ്പാടുമുള്ള എണ്ണ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് നാന്ദി കുറിക്കുകയും ഊർജ്ജ ഉത്പാദനത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 1859-ൽ ഹരിതഗൃഹ വാതകങ്ങൾ ചൂട് പിടിച്ചു നിർത്തുന്നതിനെക്കുറിച്ചുള്ള ആശയം വിവരിക്കുകയും അവയുടെ സാന്ദ്രതയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിച്ചേക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ടിൻഡാൽ. 1859-ൽ ജോൺ ടിൻഡാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി തുടങ്ങിയ വാതകങ്ങൾ ഭൂമിയുടെ താപം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ആഗോള താപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ചുള്ള ആധുനിക ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ടു. യൂണിയനും വേർപിരിഞ്ഞ കോൺഫെഡറസിയും തമ്മിലുള്ള അമേരിക്കൻ ആഭ്യന്തരയുദ്ധം ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? 1861 മുതൽ CE 65 വരെ. 1861 മുതൽ 1865 വരെ നടന്ന അമേരിക്കൻ ആഭ്യന്തരയുദ്ധം അടിമത്തം, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ ചൊല്ലി രാജ്യത്തെ വിഭജിച്ചു. ഈ യുദ്ധം അമേരിക്കയുടെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും രാജ്യത്തെ ഏകീകരിക്കുകയും അടിമത്തം അവസാനിപ്പിക്കുകയും ചെയ്തു. റഷ്യ അടിമത്തം സർഫ്ഡം നിർത്തലാക്കിയത് ഏതു വർഷമാണ്? 1861 CE. സാർ അലക്സാണ്ടർ രണ്ടാമൻ 1861-ൽ അടിമത്തം സർഫ്ഡം നിർത്തലാക്കിയതോടെ റഷ്യൻ സാമ്രാജ്യത്തിലെ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ പരിഷ്കാരം റഷ്യൻ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അമേരിക്കൻ ഐക്യനാടുകളിൽ ആദ്യമായി കടലാസ് കറൻസി പുറത്തിറക്കിയത് ഏതു വർഷമാണ്? 1862 CE. അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെഡറൽ ഗവൺമെന്റ് ധനസമാഹരണത്തിനായി 1862-ൽ ഗ്രീൻബാക്ക് എന്ന് വിളിക്കപ്പെട്ട ആദ്യത്തെ കടലാസ് കറൻസി പുറത്തിറക്കി. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായക ചുവടുവയ്പായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് ഏതു വർഷമാണ്? 1865 CE. അമേരിക്കൻ ആഭ്യന്തരയുദ്ധം അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ 1865 ഏപ്രിൽ 15-ന് ജോൺ വിൽക്സ് ബൂത്ത് എന്നയാൾ എബ്രഹാം ലിങ്കണെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഒരു വലിയ ദുരന്തമായിരുന്നു. 1868-ൽ ഇംഗ്ലണ്ടിൽ പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട അവസാനത്തെ വ്യക്തി ആരായിരുന്നു? മൈക്കിൾ ബാരറ്റ്. 1868 മെയ് 26-ന് ന്യൂഗേറ്റ് ജയിലിന് പുറത്ത് മൈക്കിൾ ബാരറ്റിനെ പരസ്യമായി തൂക്കിലേറ്റിയതാണ് ഇംഗ്ലണ്ടിലെ അവസാനത്തെ പൊതുവധശിക്ഷ. ഈ സംഭവത്തിനു ശേഷം വധശിക്ഷ ജയിലിന്റെ മതിലുകൾക്കുള്ളിലേക്ക് ഒതുക്കുകയും പിന്നീട് ക്രമേണ നിർത്തലാക്കുകയും ചെയ്തു. ഹിറ്റ്ലറുടെ ആത്മകഥയായ മൈൻ കാംഫ് പ്രസിദ്ധീകരിച്ചത് എന്ന്? 1925 CE. അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയ മൈൻ കാംഫ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഭാവി ജർമ്മൻ പദ്ധതികളും വിശദീകരിക്കുന്നു. 1925-ൽ പ്രസിദ്ധീകരിച്ച ഈ കൃതി നാസി പാർട്ടിയുടെ ആശയങ്ങളുടെ അടിസ്ഥാന ശിലയായി വർത്തിച്ചു. 1927-ൽ സോവിയറ്റ് യൂണിയന്റെ നേതാവായത് ആര്? ജോസഫ് സ്റ്റാലിൻ. വ്ളാഡിമിർ ലെനിന്റെ മരണശേഷം സോവിയറ്റ് യൂണിയനിൽ അധികാരം ഉറപ്പിച്ച നേതാവാണ് ജോസഫ് സ്റ്റാലിൻ. 1927-ഓടെ അദ്ദേഹം ട്രോട്സ്കിയെയും മറ്റ് എതിരാളികളെയും പിന്തള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും തലവനായി.
1929 സംഭവിച്ച മഹാമാന്ദ്യത്തിന്റെ തുടക്കമിട്ട പ്രധാന സാമ്പത്തിക സംഭവം എന്താണ്? വാൾ സ്ട്രീറ്റ് തകർച്ച, വാൾ സ്ട്രീറ്റ് ക്രാഷ്. 1929 ഒക്ടോബറിൽ സംഭവിച്ച വാൾ സ്ട്രീറ്റ് തകർച്ച ഓഹരി വിപണിയെ തകർക്കുകയും അമേരിക്കയിലും ലോകമെമ്പാടും മഹാമാന്ദ്യത്തിന് തുടക്കമിടുകയും ചെയ്തു. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തത് ഏതു വർഷത്തിലാണ്? 1931 CE. ന്യൂയോർക്ക് നഗരത്തിലെ പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് 1931 നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു. 40 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇത് നിലനിന്നു, ഒരു പ്രധാന വാസ്തുവിദ്യയുടെ പ്രതീകമായി തുടരുന്നു. 1932 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 1932 ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാമാന്ദ്യത്തെ നേരിടാൻ അദ്ദേഹം ന്യൂ ഡീൽ എന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയെ നയിക്കുകയും ചെയ്തു. ഏതു വർഷമാണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി മാറിയത്? 1933 CE. 1933 ജനുവരി 30 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരമേറ്റത്. ഇത് ജർമ്മനിയിൽ നാസി ഭരണത്തിന്റെ തുടക്കത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും വഴിവെച്ചു. ഏതു വർഷമാണ് പേർഷ്യ ഔദ്യോഗികമായി അതിന്റെ പേര് ഇറാൻ എന്ന് മാറ്റിയത്? 1935 CE. 1935 മാർച്ച് 21 പേർഷ്യ അതിന്റെ പേര് ഇറാൻ എന്ന് ഔദ്യോഗികമായി മാറ്റിയത്. ഇറാൻ എന്ന വാക്കിന് ആര്യന്മാരുടെ നാട് എന്നാണ് അർത്ഥമാക്കുന്നത്. 1937 ഏത് രാജ്യമാണ് ചൈനയെ ആക്രമിക്കുകയും ഇത് രണ്ടാം സിനോ ജാപ്പനീസ് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തത്? ജപ്പാൻ. 1937 ജൂലൈ 7 മാർക്കോ പോളോ പാലം സംഭവം രണ്ടാം സിനോ ജാപ്പനീസ് യുദ്ധത്തിന് തിരികൊളുത്തി. ഈ യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. 1938 ചെക്കോസ്ലോവാക്കിയയിലെ സുഡെറ്റൻലാൻഡ് പ്രദേശം നാസി ജർമ്മനിക്ക് കൈമാറിയ കരാർ ഏതാണ്? മ്യൂണിക്ക് ഉടമ്പടി. 1938 സെപ്റ്റംബർ 29 ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച മ്യൂണിക്ക് ഉടമ്പടി ചെക്കോസ്ലോവാക്കിയയുടെ അനുമതിയില്ലാതെ സുഡെറ്റൻലാൻഡ് നാസി ജർമ്മനിക്ക് കൈമാറി. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സംഭവമായിരുന്നു. 1939 നടന്ന ഏത് സംഭവമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് തുടക്കമിട്ടത്? പോളണ്ടിന് നേരെയുള്ള നാസി ആക്രമണം. 1939 സെപ്റ്റംബർ 1 നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1940 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി നാസികൾ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ആക്രമിച്ചത്? ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, നോർവേ. 1940 ജർമ്മനി ബ്ലിറ്റ്സ്ക്രീഗ് തന്ത്രമുപയോഗിച്ച് ഈ രാജ്യങ്ങളെ അതിവേഗം കീഴടക്കി. ഇത് പടിഞ്ഞാറൻ യൂറോപ്പിൽ ജർമ്മൻ ആധിപത്യം സ്ഥാപിക്കുന്നതിന് കാരണമായി. 1941 ഏത് സംഭവമാണ് USA രണ്ടാം ലോകമഹായുദ്ധത്തിൽ ചേരാൻ നിർബന്ധിതമാക്കിയത്? പേൾ ഹാർബർ ആക്രമണം. 1941 ഡിസംബർ 7 പേൾ ഹാർബറിലെ US നാവികത്താവളത്തിൽ ജപ്പാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് USA രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ സംഭവം അമേരിക്കയുടെ യുദ്ധപ്രവേശനത്തിന് നിർണായക കാരണമായി. 1943 അവസാനിച്ച 2 ദശലക്ഷത്തിലധികം ആളപായമുണ്ടായതും ജർമ്മൻ സൈന്യം പിൻവാങ്ങിയതുമായ പ്രധാന രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധം ഏതാണ്? സ്റ്റാലിൻഗ്രാഡ് യുദ്ധം. 1942 ഓഗസ്റ്റ് മുതൽ 1943 ഫെബ്രുവരി വരെ നടന്ന സ്റ്റാലിൻഗ്രാഡ് യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വിജയവും ജർമ്മൻ സൈന്യത്തിന്റെ പരാജയവും കിഴക്കൻ മുന്നണിയിൽ നിർണായക സ്വാധീനം ചെലുത്തി. 1944 ഒരു കലാപം അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയനിലെ ഏതു വംശീയ വിഭാഗമാണ് കൂട്ടത്തോടെ നാടുകടത്തലിന് വിധേയരായത്?
ചെച്ചൻ ജനത 1944-ൽ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ചെച്ചൻ, ഇംഗുഷ് ജനവിഭാഗങ്ങളെ പൂർണ്ണമായും അവരുടെ മാതൃരാജ്യങ്ങളിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് നാടുകടത്തി. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് സോവിയറ്റ് ഭരണകൂടം നടത്തിയ ഈ കൂട്ട നാടുകടത്തലുകൾ മനുഷ്യാവകാശ ലംഘനങ്ങളായി കണക്കാക്കപ്പെടുന്നു. 1945-ൽ നടന്ന ഏത് പ്രധാന യുദ്ധമാണ് യൂറോപ്പിൽ നാസി ജർമ്മനിയുടെ അന്തിമ പരാജയത്തിലേക്ക് നയിച്ചത്? ബെർലിൻ യുദ്ധം. 1945 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ബെർലിൻ യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിൽ യൂറോപ്പിലെ അവസാനത്തെ പ്രധാന യുദ്ധമായിരുന്നു. സോവിയറ്റ് സൈന്യം ബെർലിൻ പിടിച്ചടക്കുകയും ഹിറ്റ്ലറുടെ ആത്മഹത്യയോടെ നാസി ജർമ്മനി കീഴടങ്ങുകയും ചെയ്തു. ബഹിരാകാശത്തുനിന്ന് ഭൂമിയുടെ ആദ്യ ചിത്രങ്ങൾ എടുത്ത വർഷം ഏത്? 1946 CE. 1946 ഒക്ടോബർ 24-ന് US V2 റോക്കറ്റിൽ ഘടിപ്പിച്ച ഒരു ക്യാമറ ഉപയോഗിച്ചാണ് ഭൂമിയുടെ ആദ്യ ചിത്രങ്ങൾ എടുത്തത്. 105 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അപ്പർത്തീഡ് ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന്? 1948 CE. 1948-ൽ നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നതോടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം ഔദ്യോഗികമായി നടപ്പിലാക്കിയത്. വർഗീയ വേർതിരിവും വിവേചനവും നിയമപരമായി സ്ഥാപിച്ച ഈ സമ്പ്രദായം 1994-ൽ അവസാനിച്ചു. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടമാണ് ഇതിന് അറുതി വരുത്തിയത്. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ഏത്? 1949 CE. 1949 ഏപ്രിൽ 4-ന് വാഷിംഗ്ടൺ ഉടമ്പടി പ്രകാരമാണ് നാറ്റോ സ്ഥാപിതമായത്. സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ചെറുക്കുന്നതിനും യൂറോപ്യൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. ഒരു കൂട്ടായ പ്രതിരോധ സംവിധാനമാണ് നാറ്റോയുടെ പ്രധാന തത്വം. സിന്ധുനദീതട സംസ്കാരത്തിന്റെ പക്വമായ ഘട്ടത്തിന്റെ കാലഘട്ടം എന്തായിരുന്നു? 3300 മുതൽ 1700 BCE വരെ. സിന്ധുനദീതട സംസ്കാരത്തിന്റെ പക്വമായ ഘട്ടം ഏകദേശം 3300 BCE മുതൽ 1700 BCE വരെ നീണ്ടുനിന്നു. മൊഹൻജൊദാരോ, ഹാരപ്പ തുടങ്ങിയ നഗരങ്ങൾ ഈ കാലഘട്ടത്തിലാണ് വികസിച്ചത്. ആസൂത്രിത നഗരങ്ങൾ, വികസിത ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വ്യാപാരം എന്നിവ ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളായിരുന്നു. നവീന ശിലായുഗത്തിലെ ഏത് പ്രധാന സംസ്കാരമാണ് 7000 BCE മുതൽ 2500 BCE വരെ നിലനിന്നിരുന്നത്? മെഹർഗഡ് സംസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർഗഡ് ദക്ഷിണേഷ്യയിലെ ആദ്യകാല നവീന ശിലായുഗ ഗ്രാമങ്ങളിലൊന്നാണ്. ഏകദേശം 7000 BCE മുതൽ 2500 BCE വരെ നിലനിന്നിരുന്ന ഈ സംസ്കാരം കൃഷിയുടെയും മൃഗപരിപാലനത്തിന്റെയും പ്രാചീന തെളിവുകൾ നൽകുന്നു. കളിമൺപാത്രങ്ങളുടെ ഉപയോഗവും ആധുനിക കൃഷിരീതികളുടെ തുടക്കവും ഈ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഇന്ത്യയിൽ ആദ്യകാല നവീന ശിലായുഗ സംസ്കാര കാലഘട്ടം ആരംഭിച്ചത് എപ്പോഴാണ്? 9000 BCE. ഇന്ത്യയിലെ ആദ്യകാല നവീന ശിലായുഗ സംസ്കാരം ഏകദേശം 9000 BCEയിൽ ആരംഭിച്ചു. കൃഷിയുടെയും മൃഗപരിപാലനത്തിന്റെയും തുടക്കവും സ്ഥിരമായ വാസസ്ഥലങ്ങളുടെ രൂപീകരണവും ഈ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകളായിരുന്നു. മേൽഭാഗത്ത് മിനുസപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണിത്. ശിലായുഗത്തിലെ ശിലാലിഖിതങ്ങൾക്ക് പേരുകേട്ട ഭീംബേൽക പാറ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ റായ്സൻ ജില്ലയിലാണ് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഭീംബേൽക പാറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. പ്ലീസ്റ്റോസീൻ കാലഘട്ടം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള മനുഷ്യന്റെ ജീവിതത്തെയും കലാപരമായ കഴിവുകളെയും വരച്ചുകാട്ടുന്ന ആയിരക്കണക്കിന് ശിലാലിഖിതങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മനുഷ്യജീവിതത്തിന്റെ ആദ്യകാല തെളിവുകളിൽ ഒന്നാണിത്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നാണ് സ്ഥാപിച്ചത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? 1961 ലണ്ടൻ, UK. ആംനസ്റ്റി ഇന്റർനാഷണൽ, ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രചാരണം നടത്തുകയും വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1961-ൽ പീറ്റർ ബെനൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ് ഇത് സ്ഥാപിച്ചത്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ സംഘടനയുടെ APEC ആസ്ഥാനം എവിടെയാണ്?
സിംഗപ്പൂർ. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ സംഘടന എപാക് 1989 സ്ഥാപിതമായി. ഈ കൂട്ടായ്മ ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക വളർച്ച, സഹകരണം, സ്വതന്ത്ര വ്യാപാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന്റെ ആസ്ഥാനം സിംഗപ്പൂരിലാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ASEAN എന്നാണ് സ്ഥാപിച്ചത്. അതിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? 1967 ജക്കാർത്ത, ഇന്തോനേഷ്യ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ASEAN തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക സംഘടനയാണ്. സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക സമാധാനവും സ്ഥിരതയും നിലനിർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1967 ഓഗസ്റ്റ് 8 ബാങ്കോക്ക് പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഭൂമിയിൽ രാവും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ഭ്രമണം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. ഏകദേശം 24 മണിക്കൂർ കൊണ്ടാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് പകലും ലഭിക്കാത്ത ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമിയിൽ ഋതുക്കൾ മാറാൻ കാരണം എന്താണ്? സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിഞ്ഞ് സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്നതിനാലാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയുടെ ചരിവ് കാരണം സൂര്യരശ്മികൾ വർഷത്തിന്റെ വിവിധ സമയങ്ങളിൽ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കോണുകളിൽ പതിക്കുന്നു. രാവും പകലും തുല്യമായ നീളത്തിൽ വരുന്ന പ്രതിഭാസം ഏതാണ്? വിഷുവം, എക്വനോക്സസ്. വിഷുവം എന്ന പ്രതിഭാസമാണ് രാവും പകലും ഏകദേശം തുല്യമായ നീളത്തിൽ വരുന്നതിന് കാരണം. ഈ ദിവസങ്ങളിൽ ഭൂമിയുടെ അച്ചുതണ്ട് സൂര്യനിൽ നിന്ന് അകലുകയോ അടുത്തേക്കു വരികയോ ചെയ്യാത്തതിനാൽ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നേരിട്ട് പതിക്കുന്നു. വസന്തകാല വിഷുവം, വർണൽ ഇക്വിനോക്സ്, വർഷം തോറും എപ്പോഴാണ് സംഭവിക്കുന്നത്? മാർച്ച് 21. വസന്തകാല വിഷുവം സാധാരണയായി മാർച്ച് 20 അല്ലെങ്കിൽ 21 തീയതികളിൽ സംഭവിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നു. ഈ ദിവസം ഭൂമിയിൽ രാവും പകലും ഏകദേശം തുല്യ നീളമുള്ളതായിരിക്കും. ശരത്കാല വിഷുവം, ഓട്ടംനൽ ഇക്വിനോക്സ്, വർഷം തോറും എപ്പോഴാണ് സംഭവിക്കുന്നത്? സെപ്റ്റംബർ 23. ശരത്കാല വിഷുവം സാധാരണയായി സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 23 തീയതികളിൽ സംഭവിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നു. വസന്തകാല വിഷുവം പോലെ ഈ ദിവസവും രാവും പകലും ഏകദേശം തുല്യ നീളമുള്ളതായിരിക്കും. രാവിന്റെയും പകലിന്റെയും നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായി വരുന്ന പ്രതിഭാസം ഏതാണ്? അയനാന്തം, സോൾസ്റ്റസ്. അയനാന്തം, സോൾസ്റ്റസ് എന്ന പ്രതിഭാസം സംഭവിക്കുന്നത് സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഏറ്റവും ദൂരെയായിരിക്കുമ്പോഴാണ്. ഇത് ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും കുറഞ്ഞ പകലും സംഭവിക്കുന്നതിന് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽ അയനാന്തത്തിൽ ഏറ്റവും നീണ്ട പകലും ശീതകാല അയനാന്തത്തിൽ ഏറ്റവും കുറഞ്ഞ പകലും അനുഭവപ്പെടുന്നു. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഏത് പ്രധാന അക്ഷാംശ രേഖയെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നു. വേനൽ അയനാന്തത്തിൽ സൂര്യൻ ഈ രേഖയ്ക്ക് മുകളിൽ നേരിട്ട് പ്രകാശിക്കുന്നു. ഇത് ഭൂമിയിലെ കാലാവസ്ഥാ മേഖലകളെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽ അയനാന്തം എപ്പോഴാണ് നിരീക്ഷിക്കപ്പെടുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ജൂൺ 21. ഇത് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകലിനെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നേരിട്ട് പ്രകാശിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ സാധാരണയായി ജൂൺ 20 അല്ലെങ്കിൽ 21 തീയതികളിലാണ് വേനൽ അയനാന്തം സംഭവിക്കുന്നത്. ഈ ദിവസം സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നതിനാൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്നു. ഈ പ്രതിഭാസം ഋതുഭേദങ്ങളുടെ ഗതിയിൽ ഒരു പ്രധാന സൂചകമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ ഏകദേശ ശതമാനങ്ങൾ എത്രയാണ്? നൈട്രജൻ 78.09%, ഓക്സിജൻ 20.95%, ആർഗൺ 0.93%, കാർബൺ ഡയോക്സൈഡ് 0.09%.
ഭൂമിയുടെ അന്തരീക്ഷം വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ്, ഇതിൽ പ്രധാനമായും നൈട്രജൻ, ഓക്സിജൻ എന്നിവയാണ്. നൈട്രജൻ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതവും ഓക്സിജൻ ശ്വാസമെടുക്കുന്നതിന് ആവശ്യമായ വാതകവുമാണ്. കാർബൺ ഡയോക്സൈഡ് ഹരിതഗൃഹ വാതകമായി വർത്തിച്ച് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് വായുവിന്റെ ഭാരം ചെലുത്തുന്ന മർദ്ദത്തെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫെറിക് പ്രഷർ, അല്ലെങ്കിൽ ബാരോമെട്രിക് മർദ്ദം, ബാരോമെട്രിക് പ്രഷർ. വായുവിന് ഭാരമുള്ളതിനാൽ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ ഇത് ഏറ്റവും കൂടുതലായിരിക്കും. ബാരോമീറ്റർ ഉപയോഗിച്ചാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. ഇത് കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഒരു പ്രധാന സൂചകമാണ്. സമുദ്രനിരപ്പിൽ അളക്കുമ്പോൾ ഒരു ചതുരശ്ര സെന്റിമീറ്റർ വിസ്തീർണമുള്ള ഒരു സാധാരണ വായുനിരയുടെ ഏകദേശ ഭാരം എത്രയാണ്? ഏകദേശം 1.03 കിലോഗ്രാം, അല്ലെങ്കിൽ 10.1 n. സമുദ്രനിരപ്പിൽ ഒരു ചതുരശ്ര സെന്റിമീറ്റർ വിസ്തീർണമുള്ള ഒരു വായുനിരയ്ക്ക് ഏകദേശം 1.03 കിലോഗ്രാം ഭാരമുണ്ട്. ഇത് ഭൂമിയിൽ നാം അനുഭവിക്കുന്ന അന്തരീക്ഷമർദ്ദത്തിന്റെ നേരിട്ടുള്ള പ്രകടനമാണ്. ഈ ഭാരം അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുടെ സമ്മർദ്ദം മൂലമുണ്ടാകുന്നതാണ്. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം മില്ലിബാറിൽ എത്രയാണ്? 1013.25 മില്ലിബാർ. സമുദ്രനിരപ്പിലെ സാധാരണ അന്തരീക്ഷമർദ്ദം 1013.25 മില്ലിബാർ ആണ്. ഇത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് റഫറൻസ് പോയിന്റാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു, കാരണം വായുവിന്റെ അളവും സാന്ദ്രതയും കുറയുന്നു. ഒരു മേഘത്തെ എങ്ങനെ നിർവചിക്കാം? ഭൂമിയുടെ സാധാരണ നിലയ്ക്ക് മുകളിലായി ഒഴുകി നടക്കുന്ന ഘനീഭവിച്ച നീരാവിയുടെ ദൃശ്യമായ പിണ്ഡം. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ചെറിയ ജലകണികകളോ ഐസ് ക്രിസ്റ്റലുകളോ ആയി മാറുമ്പോൾ അവ മേഘങ്ങളായി രൂപപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നു കാണപ്പെടുന്ന ഈ നീരാവി പിണ്ഡങ്ങൾ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു, പ്രത്യേകിച്ചും മഴ, മഞ്ഞ് എന്നിവയുടെ രൂപീകരണത്തിൽ. ഉയർന്ന ഉയരത്തിലുള്ള മേഘങ്ങളുടെ ചില ഇനങ്ങൾ ഏവ? സിറസ്, സിറോക്യുമുലസ്, സിറോസ്ട്രാറ്റസ്. ഉയർന്ന ഉയരത്തിൽ ഏകദേശം 6000 മീറ്ററിനും 18000 മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്, സിറോക്യുമുലസ്, സിറോസ്ട്രാറ്റസ് എന്നിവ. ഇവ പ്രധാനമായും ഐസ് ക്രിസ്റ്റലുകൾ ചേർന്നവയാണ്. ഇവ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഏത് തരം മേഘങ്ങളാണ് മധ്യ ഉയരത്തിലുള്ള മേഘങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്? ആൾട്ടോസ്ട്രാറ്റസ്, ആൾട്ടോകയുമുലസ്. ഏകദേശം 2000 മീറ്ററിനും 7000 മീറ്ററിനും ഇടയിലുള്ള ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് മധ്യ ഉയരത്തിലുള്ള മേഘങ്ങൾ. ആൾട്ടോസ്ട്രാറ്റസ്, ആൾട്ടോകയുമുലസ് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവ മഴയുടെയും മറ്റ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെയും സൂചന നൽകാൻ കഴിവുള്ളവയാണ്. താഴ്ന്ന ഉയരത്തിലുള്ള മേഘങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. സ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലസ്, നിംബോസ്ട്രാറ്റസ്. ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് ഏകദേശം 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് താഴ്ന്ന ഉയരത്തിലുള്ള മേഘങ്ങൾ. സ്ട്രാറ്റസ്, ക്യുമുലസ് തുടങ്ങിയ മേഘങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ സാധാരണയായി തുടർച്ചയായ മഴയ്ക്ക് കാരണമാകുന്നു. ഗണ്യമായ ലംബവികാസത്താൽ സവിശേഷമായ മേഘം ഏതാണ്? ക്യുമുലോനിംബസ്. ക്യുമുലോനിംബസ് മേഘങ്ങൾ ലംബമായി വളരുകയും താഴ്ന്ന തലങ്ങളിൽ നിന്ന് മുകളിലെ ട്രോപോസ്ഫിയർ വരെ എത്തുകയും ചെയ്യുന്നു. ഇടിമിന്നൽ, കനത്ത മഴ, ആലിപ്പഴം എന്നിവയുൾപ്പെടെയുള്ള തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഇവ കാരണമാകുന്നു. ഇവയുടെ വലിയ ലംബഘടന ശ്രദ്ധേയമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പാളികളെ ഉയരത്തിന്റെ ആരോഹണക്രമത്തിൽ അവയുടെ ഏകദേശ ഉയരപരിധികളോടൊപ്പം പട്ടികപ്പെടുത്തുക. ട്രോപോസ്ഫിയർ 0-12 കിലോമീറ്റർ, സ്ട്രാറ്റോസ്ഫിയർ 12-50 കിലോമീറ്റർ, മെസോസ്ഫിയർ 50-80 കിലോമീറ്റർ, തെർമോസ്ഫിയർ 80-700 കിലോമീറ്റർ, എക്സോസ്ഫിയർ 700-10000 കിലോമീറ്റർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പ്രധാനമായും 5 പാളികളുണ്ട്: ട്രോപോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓരോ പാളിക്കും തനതായ താപനിലയും ഘടനയുമുണ്ട്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ട്രോപോസ്ഫിയറിലും ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലുമാണ് പ്രധാനമായും കാണപ്പെടുന്നത്.
അന്തരീക്ഷത്തിലെ ഏത് പാളിയാണ് ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തതും ഏറ്റവും കൂടുതൽ ജലബാഷ്പവും പൊടിപടലങ്ങളും അടങ്ങിയിരിക്കുന്നതും? ട്രോപോസ്ഫിയർ. ട്രോപോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷ പാളി. ഏകദേശം 0 മുതൽ 12 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. മേഘരൂപീകരണം, മഴ, കാറ്റ് തുടങ്ങിയ മിക്ക കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഈ പാളിയിൽ സംഭവിക്കുന്നു. ട്രോപോസ്ഫിയറിനുള്ളിൽ ഉയരം കൂടുമ്പോൾ താപനിലയ്ക്ക് സാധാരണയായി എങ്ങനെ മാറ്റം വരുന്നു? ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു. ട്രോപോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില സാധാരണയായി കുറയുന്നു. ഈ പ്രതിഭാസത്തെ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നു. ഇത് ഏകദേശം ഓരോ 1000 മീറ്ററിനും 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലാണ് സംഭവിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്കും ധ്രുവപ്രദേശങ്ങൾക്കുമിടയിൽ ട്രോപോസ്ഫിയറിന്റെ ഉയരം എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ഭൂമധ്യരേഖയിൽ ഏകദേശം 18 മീറ്ററും ധ്രുവങ്ങളിൽ 12 മീറ്ററുമാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപോസ്ഫിയറിന്റെ ഉയരം ഏകദേശം 18 മീറ്റർ വരെയാണ്, എന്നാൽ ധ്രുവങ്ങളിൽ ഇത് ഏകദേശം 12 മീറ്റർ വരെ കുറയുന്നു. ഭൂമധ്യരേഖയിലെ ശക്തമായ സംവഹന പ്രവാഹങ്ങളാണ് ഈ വ്യത്യാസത്തിന് കാരണം. ഇന്ത്യയുടെ ഷിറാസ് ഇ ഹിന്ദ്, കിഴക്കിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ, നവാബുമാരുടെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്നത് ഏത് ഇന്ത്യൻ നഗരമാണ്? ലക്നൌ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌ നവാബുമാരുടെ ഭരണകാലത്ത് കലയ്ക്കും സംസ്കാരത്തിനും വലിയ പ്രാധാന്യം നൽകിയ നഗരമാണ്. പേർഷ്യൻ നഗരമായ ഷിറാസിനോടും കിഴക്കൻ റോമൻ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിനോടും സാമ്യമുള്ള സാംസ്കാരിക ഔന്നത്യം ഈ നഗരത്തിനുണ്ടായിരുന്നു. അതിനാൽ ഇത് ഷിറാസ് ഇ ഹിന്ദ്, കിഴക്കിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ, നവാബുമാരുടെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്നു. കിഴക്കിന്റെ ഏതൻസ്, ഉത്സവങ്ങളുടെ നഗരം, ക്ഷേത്രനഗരം, മുല്ലപ്പൂ നഗരം, ദിവ്യ അമൃതിന്റെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന നഗരം ഏതാണ്? മധുര, തമിഴ്നാട്. മധുര തമിഴ്നാട്ടിലെ ഒരു പുരാതന നഗരമാണ്. മീനാക്ഷി അമ്മൻ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി പ്രശസ്ത ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. സംഘകാലഘട്ടത്തിലെ സാഹിത്യങ്ങളുടെയും കലകളുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ നഗരം. ബംഗാളിന്റെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മാൽഡ, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ മാൽഡ ജില്ല മാമ്പഴ ഉൽപാദനത്തിന് പേരുകേട്ടതാണ്. ഫസലി, ലക്ഷ്മൺഭോഗ് തുടങ്ങിയ മാമ്പഴങ്ങൾക്ക് ഈ പ്രദേശം പ്രസിദ്ധമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ മാമ്പഴ കൃഷിക്ക് വലിയ പങ്കുണ്ട്. കിഴക്കിന്റെ റോം, വിഭവങ്ങളുടെ നഗരം, ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ കളിത്തൊട്ടിൽ, കർണാടകയുടെ കവാടം എന്നെല്ലാം അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മംഗലാപുരം, കർണാടക. മംഗലാപുരം കർണാടകയിലെ ഒരു പ്രധാന തുറമുഖ നഗരമാണ്. കനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് തുടങ്ങിയ നിരവധി പ്രമുഖ ഇന്ത്യൻ ബാങ്കുകൾക്ക് ഈ നഗരം ജന്മം നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരത്തെ പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, സ്വപ്നങ്ങളുടെ നഗരം, ഇന്ത്യയുടെ കവാടം, ഇന്ത്യയുടെ ഹോളിവുഡ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാൽ അറിയപ്പെടുന്ന ഇന്ത്യൻ മഹാനഗരം ഏതാണ്? മുംബൈ, മഹാരാഷ്ട്ര. മുംബൈ മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രവുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യയിലെ പ്രധാന ചലച്ചിത്ര വ്യവസായമായ ബോളിവുഡും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജ്യത്തെ പ്രധാന വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്നുകൂടിയാണ്.